ഗൗരവമുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആശങ്കകളും ഒക്കെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ വരുന്നുണ്ട്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒക്കെ ഒഴിവാക്കുക എന്നത് നേരത്തെയുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം വീണ്ടും ജാഗ്രതയോടുകൂടി ആവർത്തിക്കപ്പെടുകയാണ്. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങളുള്ളത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമാണ്. അഞ്ജന, കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെ ഇത്തരം ക്രമീകരണങ്ങളാണ്, നിർദ്ദേശങ്ങളാണുള്ളത്? പ്രത്യേകമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടോ? രവീഷ്, ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിൽ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോരാതെ കഴിഞ്ഞ ദിവസം 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനും 49-കാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം ചില നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതിനും അതോടൊപ്പം തന്നെ നീന്തുന്നതിനും വിലക്കുണ്ട്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ അതല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ ആണ് അമീബ പ്രധാനമായും തലച്ചോറിലേക്ക് കടക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ കുളിക്കുന്ന പ്രകാരം ഇത്തരത്തിൽ അമീബ തലച്ചോറിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുതെന്നും മുങ്ങിക്കുളിക്കരുതെന്നും നീന്തരുതെന്നും ഒക്കെ പറയുന്നത്. ഇതിന് പുറമെ നീന്തുന്നവർ ഇനി നീന്തുകയാണെങ്കിൽ തന്നെയും മൂക്കിൽ നോസ് ക്ലിപ്പ് ധരിച്ചുകൊണ്ട് വേണം നീന്താൻ. അതിനു പുറമെ വാട്ടർ തീം പാർക്കുകളിലും അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളുകളിലും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. മലിനമായതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. കിണർവെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യാനും ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്നുണ്ട്. നീന്തൽക്കുളങ്ങളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളയണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം 3 മാസം പ്രായമായ കുഞ്ഞിന്റെ ഉറവിടം കണ്ടെത്തിയത്, അസുഖത്തിന്റെ ഉറവിടം കണ്ടെത്തിയത് കിണറ്റിൽ നിന്നായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഏതായാലും ജാഗ്രത പാലിക്കാൻ കോഴിക്കോട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്. വലിയ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.